നോക്കാം. A spends 68% of monthly income. If A's monthly income increased by 25% and his monthly savings increased by 15%, എന്താ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്താവും? അപ്പോൾ അലിഗേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് 68% എന്ന് പറഞ്ഞാൽ എന്താണ്? 68/100 അല്ലെങ്കിൽ 17/25 ആണ്. അപ്പോൾ അവൻ്റെ എക്സ്പെൻഡിച്ചർ 17 ആണെങ്കിൽ ടോട്ടൽ ഇൻകം 25 ആണെങ്കിൽ 17 എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി 8 സേവിങ്സ്. അപ്പോൾ ഇത് എക്സ്പെൻഡിച്ചറാണ്, ഇത് സേവിങ് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ ചേഞ്ച് നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് എന്താണ്? ഇൻകത്തിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പോൾ ഇൻകം എന്ത് ചെയ്യുന്നു? 25% കൂടുന്നു. സേവിങ്സ് എന്താണ്? 15%. അപ്പോൾ അത് സേവിങ്സിൻ്റെ താഴെ എഴുതുക. നമുക്ക് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഈ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റേഷ്യോയിൽ ഈ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ്? 10%. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ എത്രയാണ്? 17 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അപ്പോൾ 17ൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 8ൻ്റെ വാല്യൂ എത്ര? 80/17. 17 × 4 68, ബാക്കി 12/17. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ള ഗ്യാപ്പ് 4 12/17 ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. കാര്യം ഇവിടെ നിന്ന് 15 നിന്നും ഇത് കൂടി 25 എത്തി. 25 നിന്ന് 4 12/17 കൂടി 29 12/17 നമുക്ക് ആൻസർ കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതല്ലാതെ കാൽക്കുലേഷൻ ചെയ്യാൻ നിന്നാൽ 100 ഇട്ട് ചെയ്യാൻ നിന്നാൽ ഒരുപാട് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് എക്സാമിന് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? 68%, 17 25 മൈൻഡ് ചെയ്യാം. അപ്പോൾ 17 8 ഇവിടെ 25 15 10ൻ്റെ വാല്യൂ 17ആണ്. 8ൻ്റെ വാല്യൂ ആണ് 80/17. 4 12/17 ഇൻറ്റു 4 12/17 ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി. വളരെ ഈസി ആയിട്ട് ഇത്ര രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക, പ്ലേലിസ്റ്റ് നോക്കുക.